ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട് പറയാം. വാ. എന്താടാ? ഡോക്ടർ, അതുപോലെ തന്നെ പലർക്കുള്ളൊരു സംശയമാണ്, ഒരു ദിവസത്തിൽ നമുക്ക് എത്ര തവണ വരെ സ്വയംഭോഗം ചെയ്യാം എന്നുള്ളത്. അയ്യോ, അതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല. കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ് അത് മനസ്സിലാക്കണം. അതായത് ഇത്ര തവണ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിയായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുന്നുണ്ട്, സ്വയംഭോഗം ചെയ്യണം എന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 8 10 തവണ ഒരു ദിവസം ഒരാൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത്യധികമായ ക്ഷീണം ഉണ്ടാവും. മാത്രമല്ല അത് ആ രീതിയിൽ അങ്ങനെ സ്വയംഭോഗം ചെയ്തു പോകാൻ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ 1 2 തവണ അല്ലെങ്കിൽ 2 കൂടിപ്പോയാലും ഒരു 3 തവണയൊക്കെ ചെയ്യുന്നതാണ് നല്ലൊരു ആരോഗ്യ ലക്ഷണം. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ. ചില സന്ദർഭങ്ങളിൽ ചില അവസ്ഥകളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള അതിനകത്ത് തൃഷ്ണ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ചിലർക്ക് അതിൽ കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യേണ്ടി വരാറുണ്ട്. സ്വയംഭോഗത്തിന് ഇത്ര തവണയേ ചെയ്യാവുള്ളൂ, ഇത്ര തവണ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ആരോഗ്യവും ആ വ്യക്തിയുടെ മാനസിക നിലയും മറ്റുമെല്ലാം കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ശരിയാണ്. പക്ഷേ നോർമലായിട്ട് ആവറേജാണ് ചോദിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 തവണയെങ്കിലും സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. ഒരു ദിവസവും ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ആരോഗ്യത്തിന് ഒരു ദിവസവും ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഒട്ടും ചെയ്യാതിരിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചിലപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് വേണേ. ഇനി വണ്ടി എടുത്തോ. അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്